ചുമരിലെ ക്ലോക്കിലേക്ക് കണ്ണും നട്ടു കിടക്കുമ്പോൾ അതിൻ്റെ ശബ്ദത്തിനേക്കാൾ ഉച്ചത്തിൽ തൻ്റെ ഹൃദയം ഇടിക്കുന്നുണ്ടെന്ന് തോന്നിയ ശാലിനി ഞെട്ടലിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ശരത്തിനെ ഒന്ന് നോക്കി. ഫാനിൻ്റെ നേർത്ത കാറ്റിൽ സുഖകരമായൊരു ഉറക്കത്തിലായിരുന്നു ശരത് എന്ന ശാലിനിയുടെ ഭർത്താവ്. ഇപ്പോൾ സമയം 11 12 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനാണ് റോബിച്ചൻ പറഞ്ഞിരിക്കുന്നത്. വീടിന് പുറകിലെ റബ്ബർ പുരയുടെ അടുത്ത് കാത്തു നിൽക്കും റോബിൻ. ഈശ്വര, നീ കാത്തോളണേ. ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഇറങ്ങിത്തിരിക്കാതെ വയ്യ. താൻ സ്വപ്നം കണ്ടതുപോലെ തനിക്ക് ഇനിയെങ്കിലും ജീവിച്ചേ പറ്റൂ. അതിന് ശരത്തിനേക്കാൾ നല്ലത് റോബിനാണ്. ഒരു മൊബൈൽ സൗഹൃദം തന്നെ ഏതെല്ലാം വഴികളിലൂടെയാണ് നയിക്കുന്നത്. ഉതിർന്നു വീണ നിശ്വാസത്തിനൊപ്പം ശാലിനി വയറിലൊന്നു മെല്ലെ തൊട്ടു. റോബിച്ചൻ്റെ ചോര തൻ്റെ വയറ്റിലൊരു കുഞ്ഞായി രൂപം കൊണ്ടിരിക്കുന്നിപ്പോൾ. എപ്പോഴാണ് തൻ്റെ മനസ്സിടറിയത്? ഭർത്താവും കുഞ്ഞുമായി ജീവിച്ചിരുന്ന തൻ്റെ മനസ്സിലേക്ക് റോബിച്ചൻ എങ്ങനെ കയറിപ്പറ്റി? ആശിച്ച ജീവിതം റോബിച്ചൻ നീട്ടിയപ്പോൾ താൻ എത്ര പെട്ടെന്ന് തൻ്റെ കുടുംബത്തെ മറന്നു. വേണ്ട, അതൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങളെല്ലാം കരയ്ക്ക് അടുക്കാറായിരിക്കുന്നു ഇപ്പോൾ. സമയം 11:30 ആയപ്പോൾ ശാലിനി ശബ്ദമുണ്ടാക്കാതെ ശരത്തിനരികിൽ നിന്ന് എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ അച്ചമ്മയ്ക്കൊപ്പം കിടക്കുന്ന അനഘമോളെ നോക്കി നിന്നപ്പോൾ എന്തിനെന്നറിയാതൊരു വേദന ശാലിനിയിൽ ഉടലെടുത്തു. കുറ്റബോധമോ പശ്ചാത്താപമോ അതെന്ന് വേർതിരിക്കാൻ അവൾക്കപ്പോൾ സാധിച്ചില്ല. ശരത് എന്ന ഭർത്താവിനെ, അനഘയെന്ന മകളെ എല്ലാം കഴിഞ്ഞ ജന്മമായി മറന്നു കളയാനാണ് റോബിൻ പറഞ്ഞിരിക്കുന്നത്. ഈ ജന്മത്തിൽ തനിക്ക് ഒരു ഭർത്താവ് മാത്രമാണുള്ളത്. അത് റോബിനാണ്. തനിക്കിതുവരെ കുട്ടികൾ പിറന്നിട്ടില്ല. പിറക്കാനിരിക്കുന്നതേയുള്ളൂ. അതെ, അത് മതി തനിക്ക്. തൻ്റെ സ്വപ്നങ്ങളെ വർണ്ണങ്ങൾ ചാലിച്ചൊരു പൂങ്കാവനമാക്കി മാറ്റാൻ കഴിവില്ലാത്ത ശരത് എന്ന തൻ്റെ ഭർത്താവിനെയും താൻ ആഗ്രഹിക്കാതെ തൻ്റെ ഉള്ളിൽ കുരുത്ത് തൻ്റെ സന്തോഷങ്ങൾ ചവിട്ടിമെതിച്ച് പുറത്തേക്ക് വന്ന അനഘയെന്ന മകളോ തനിക്കാരുമല്ല, തൻ്റെ ഒന്നുമല്ല. ജീവിക്കണം. റോബിച്ചനുമൊത്ത് താൻ കണ്ട സ്വപ്നങ്ങൾ നേടിക്കൊണ്ടൊരു സ്വർഗീയ ജീവിതം. ചിന്തകൾക്ക് കടിഞ്ഞാണിട്ട് മനസ്സിനെ പാകപ്പെടുത്തി അടുക്കളയിൽ ആരും കാണാതെ റെഡിയാക്കി വെച്ചിരുന്ന ബാഗും എടുത്ത് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യം തോന്നി ശാലിനിക്ക്. പ്രതീക്ഷിച്ച പോലെ തന്നെ റബ്ബർ പുരയിൽ റോബിൻ കാത്തു നിന്നിരുന്നു. റോബിച്ച, ശബ്ദം ഉണ്ടാക്കില്ലേ ശാലു. വേഗം പുറകുവശത്തെ വേലി കടന്ന് പുറത്തെത്തണം. അവിടെയാണ് ഞാൻ വണ്ടി നിർത്തിയിരിക്കുന്നത്. വാ. ശാലിനിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാൻ റോബിൻ ഒരുങ്ങിയ ആ നിമിഷം തന്നെ അവർക്ക് പുറകിൽ വീട്ടിലെ ലൈറ്റുകളൊന്നാകെ തെളിഞ്ഞു. ഞെട്ടിപ്പകച്ച് തിരിഞ്ഞു നോക്കിയ ശാലിനി ഷോക്കടിച്ചെന്ന പോലെ ഞെട്ടിവിറച്ചു. അടുക്കള വാതിൽക്കൽ ചാരി അവളെ നോക്കി ശരത്ത്. അവനൊപ്പം അനഘ എന്ന മകളും ശരത്തിൻ്റെ അമ്മയും. റോബിച്ച കുടുങ്ങി. മന്ത്രണം പോലെ അവളിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വേച്ചു വീഴവേ 4 ചുറ്റും നിന്ന് തങ്ങൾക്കരികിലേക്ക് മിന്നിത്തെളിച്ചു വരുന്ന ടോർച്ചിൻ്റെ വെട്ടത്തെ നോക്കി പകച്ചു നിൽക്കുകയായിരുന്നു റോബിൻ. ഒരു വലയമായി തങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന അയൽക്കാരുടെ മുഖത്തൊന്നും നോക്കാൻ പോലും സാധിക്കാതെ നിന്നൊരുകുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി ശാലിനി മരണത്തെ സ്നേഹിച്ചുപോയി. ആ നിമിഷം അവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ. ശരത്തെ, നീ പറ, എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടത്? ഇന്ന് രാത്രി നിനക്ക് ഞങ്ങളുടെ ആവശ്യമുണ്ടെന്ന് നീ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും കരുതിയില്ല മോനെ. അയൽവാസിയായ മോഹനേട്ടൻ അത് പറയുമ്പോൾ ശാലിനി പകച്ച് ശരത്തിനെ നോക്കി. അപ്പോൾ താൻ ഇവിടെ നിന്ന് റോബിച്ചനൊപ്പം ഇറങ്ങിപ്പോവുമെന്ന് ശരത്തേട്ടൻ നേരത്തെ അറിഞ്ഞിരുന്നുവോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ടാണോ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ശരത്തേട്ടൻ പെട്ടെന്ന് ഗൾഫിൽ നിന്നും വന്നത്? തന്നോട് പറഞ്ഞത് ജോലി നഷ്ടമായതുകൊണ്ട് പെട്ടെന്ന് പോന്നു എന്നാണല്ലോ. മോഹനേട്ടാ, 19-ാം വയസ്സിൽ വീട്ടിലെ കഷ്ടപ്പാടുകൾ കാരണം ഗൾഫിലെത്തിയവനാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ അത്. അച്ഛൻ്റെ മരണശേഷം 2 അനിയത്തിമാർക്കും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അവരെയെല്ലാം നന്നായി വളർത്തി വിവാഹം കഴിപ്പിച്ചയച്ചു. എൻ്റെ ജീവിതത്തിലേക്കൊരു കൂട്ടായി ഞാൻ ഇവളെ കൂട്ടിയത് ഇവളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, മറിച്ച് 5 പെൺമക്കളിൽ മൂത്തവളായ ഇവളെ ഞാൻ സ്വീകരിച്ചാൽ അതിവളുടെ കുടുംബത്തിനൊരാശ്വാസം ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അന്നു മുതൽ ഇന്നോളം എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ ആ കുടുംബത്തെയും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഇല്ലായ്മകളെ എന്നും പുച്ഛവും പരിഹാസവും ആയിരുന്നു ഇവൾക്ക്. സമ്പന്നരായ മറ്റ് ഗൾഫ് ഭാര്യമാരെ പോലെ ധാരാളിത്തം കാട്ടി ജീവിക്കാൻ സാധിക്കാത്തതിന് അമർഷവുമുണ്ടായിരുന്നു എന്നോട്. പക്ഷേ എന്നിരുന്നാലും ഇവൾ ഇങ്ങനൊരു ചതി എന്നോട് കാട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല മോഹനേട്ട. കാര്യങ്ങൾ പറഞ്ഞു നിർത്തുമ്പോൾ ശരത് അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. മോനെ, നീ എങ്ങനെ അറിഞ്ഞടാ ഇവളുടെ ഈ ബന്ധം?
മോഹനേട്ടൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പകയെരിയുന്ന കണ്ണുകളോടെ ശാലിനിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടു നിന്നിരുന്ന അനഘയെ ശരത്ത് തന്നോട് ചേർത്ത് നിർത്തി. എന്നിട്ട് വളരെ പതിഞ്ഞ ഒച്ചയിൽ പറഞ്ഞു, ഇവളാണ് എന്നോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞത് മോഹനേട്ട. അവളുടെ അമ്മയ്ക്ക് അച്ഛനെപ്പോലെ തന്നെ വേറൊരാളും കൂട്ടിനുണ്ടെന്ന്. ഒരു മന്ത്രണം പോലെ ശരത്ത് പറഞ്ഞ വാക്കുകൾ കേട്ട് ശാലിനി ഉമിത്തിയിലെന്ന പോലെ നേറി മകളെ നോക്കി. ഈശ്വര, ചെറിയ കുട്ടിയെന്ന് താൻ ധരിച്ചു വച്ചിരുന്ന ഇവളാണോ ഈ കാര്യം ശരത്തേട്ടനെ വിളിച്ചറിയിച്ചത്? മോൻ പറയണത് ഞാൻ പറഞ്ഞത് സത്യമാണ് മോഹനേട്ട. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ഉറക്കമുണർന്ന് അമ്മയെ അന്വേഷിച്ച് അമ്മയുടെ മുറിവാതിൽക്കലെത്തിയ എൻ്റെ മോൾ കണ്ടത് അമ്മയ്ക്കരികിൽ നൂൽബന്ധമില്ലാതെ കിടക്കുന്ന ഇവനെയാണ്. പ്രായത്തിലധികം ബുദ്ധിയുണ്ട് എൻ്റെ മോൾക്ക്. അതാണല്ലോ കണ്ട കാര്യങ്ങൾ അച്ചമ്മയോട് പോലും പറയാതെ എൻ്റെ കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞതൊന്നും അമ്മ അറിയല്ലേ അച്ഛാ? അറിഞ്ഞാൽ അമ്മ എന്നെ ചിലപ്പോൾ കൊല്ലുമെന്ന് അവൾ പറഞ്ഞത് നമുക്ക് ചുറ്റും നടക്കുന്ന വാർത്തകൾ അവളും ശ്രദ്ധിക്കുന്നതിനാലാണ്. ജോലി നഷ്ടപ്പെട്ടെന്നൊരു കള്ളം പറഞ്ഞ് ഇവിടേക്ക് ഞാൻ വന്ന അന്നു തന്നെ എനിക്ക് മനസ്സിലായിരുന്നു എൻ്റെ മോൾ എന്നോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നെന്ന്. ഒരു 10 വയസ്സുകാരിയേക്കാൾ പക്വത എൻ്റെ മോൾ കാണിച്ചപ്പോൾ എനിക്ക് മുന്നിൽ തകർന്നു വീണത് എൻ്റെ ഭാര്യയുടെ കപടമുഖമായിരുന്നു. ഇനി എന്താണ് മോനെ നമ്മൾ ചെയ്യേണ്ടത്? ഇവളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? താലി കെട്ടിയ ഭർത്താവ് ജീവിച്ചിരിക്കെ സ്വന്തം മനസ്സിലും ശരീരത്തിലും അന്യപുരുഷനെ സ്വീകരിച്ച ഇവളെ എന്ത് ചെയ്യണം? എനിക്കിനി ഇവളെ വേണ്ട മോഹനേട്ട. ഉറക്കമുണർന്നൊരു പ്രഭാതത്തിൽ ഈ നാട്ടുകാർക്ക് പാടി രസിക്കാനൊരു കോമാളിയായി ഞാൻ മാറരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൾ ഇറങ്ങിപ്പോവുമ്പോൾ സാക്ഷികളായി നിങ്ങൾ അയൽക്കാർ വേണമെന്ന് ഞാൻ കരുതിയത്. ഈ ചെറ്റയെ കൂട്ടുപിടിച്ച് ജീവിത സ്വപ്നങ്ങൾ തേടിപ്പോവുന്ന ഇവൾക്കറിയില്ല ഇവൻ്റെ തനി സ്വഭാവം. നാടുനീളെ ഭാര്യമാരെ സൃഷ്ടിച്ച് അവരുടെ സമ്പത്തും കവർന്ന് മുങ്ങി നടക്കുന്ന ഒരുത്തനെയാണ് ഫോണിലൂടെ പരിചയപ്പെട്ട് സ്വന്തം മനസ്സിലും ശരീരത്തിലും കുടിയിരുത്തിയിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോകുന്ന ഇവൾക്ക് ഇവിടേക്ക് മടങ്ങിവരവിനൊരവസരം ഇല്ലാതാക്കുകയാണ് ഞാൻ. ഭാര്യയെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ഭർത്താവിനെ അവൻ്റെ ഇല്ലായ്മകളുടെ പേരിൽ വലിച്ചെറിഞ്ഞ് പുതിയ ഭർത്താക്കന്മാരെ തേടിപ്പോവുന്ന ഇവൾക്കെല്ലാം ലഭിക്കുന്നത് എത്തരക്കാരെയാണെന്ന് ഇവളെയൊന്ന് ബോധ്യപ്പെടുത്താൻ. എന്നെ പറ്റിച്ചല്ല, മറിച്ച് ഞാൻ വലിച്ചെറിയുന്ന എച്ചിലായി വേണം ഇവൾ ഇവിടെ നിന്ന് പോവാൻ എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനാലാണ് ഇങ്ങനെയൊരു പരിപാടി തയ്യാറാക്കിയത്. ജന്മം നൽകിയവൾ അന്യനൊരുത്തൻ്റെ കയ്യും പിടിച്ച് പടിയിറങ്ങുന്നത് നേരിട്ട് കാണണമെന്ന് എൻ്റെ മോൾ പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു അവളുടെ കണ്ണിൽ അവളുടെ അമ്മ എന്ന സ്ത്രീ എരിഞ്ഞടങ്ങുന്ന കനൽ. അതിവളെയൊന്ന് അറിയിപ്പിക്കണമെന്ന് തോന്നി. മരിച്ചിരിക്കുന്നു ഇവൾ ഞങ്ങളുടെ മനസ്സിൽ. ശാലിനി, ഇനി നീ പൊയ്ക്കോ നിന്റെ സ്വപ്നങ്ങളിലേക്ക്. പക്ഷേ അതിനു മുൻപ് ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തിയ ആ താലിമാല ഇവിടെ അഴിച്ചു വയ്ക്കണം. അതണിയാനുള്ള യോഗം ഇനി നിനക്കില്ല. വിറയ്ക്കുന്ന കൈകളാൽ ആ മാല ഊരിയവൾ ശരത്തിൻ്റെ കയ്യിലേക്ക് വച്ചതും അനഘ വേഗം അച്ഛൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. വെറുപ്പോടെ തന്നെ നോക്കി പിരിഞ്ഞു പോകുന്ന അയൽവാസികളെ നിർവികാരതയോടെ ശാലിനി നോക്കി നിന്നപ്പോൾ അവളുടെ വരും കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്തൂടെ അനഘയുടെ തുപ്പൽ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കാലം അവൾക്കായി കാത്തുവെച്ചത് ഇതാണെന്ന ഓർമ്മപ്പെടുത്തൽ പോലെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.